ആ അപ്പൊ എനിക്ക് നിങ്ങൾ പറഞ്ഞ കാര്യം മനസ്സിലായി. പക്ഷേ നിങ്ങൾ ഒരാളുടെ കാര്യം വന്ന് പറയുമ്പോൾ നമുക്ക് കണ്ണും പൂട്ടി അതങ്ങ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ സൈഡൂടെ കേൾക്കണം. നിങ്ങളുടെ സൈഡ് നമ്മൾ കേട്ടു, ഇനി നമ്മുടെ സൈഡൂടെ നിങ്ങൾ കേൾക്കാം. ഓക്കെ, നമുക്കിപ്പോൾ വേണ്ടത് അവൻ തൽക്കാലം സമ്മതിക്കാത്തടത്തോളം കാലം നമുക്ക് ഇതിനൊരു ഇതുണ്ടാക്കണം. അത് നിങ്ങൾ നിങ്ങളുടെ ചെറുക്കൻ്റെ എനിക്കൊന്ന് തരണം. ചെക്കന്റെ കാ പറിച്ചു തരാനോ? അപ്പൊ എന്റെ ചെക്കനൊരു കാ ഇല്ലാത്ത ചെക്കനാവില്ലേ? അല്ല, കായോ ഇലയോ നമുക്ക് സാധനം ഇതാക്കണ്ടേ? അതെങ്ങനെ? അത് ഞാൻ തന്നു കഴിഞ്ഞാല് എന്റെ കുട്ടിയും ബാബുവിനെ പോലെ ആവൂലേ? കായില്ലാതെ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും അത് നെഗറ്റീവ് ആണെന്നല്ലേ നിങ്ങൾ പറയൂ. ഡോക്ടർ ജാംജിങ്ങിനെ പറ്റി കുട്ടിയെ അന്വേഷിച്ച് നോക്കി. ഈ സിറ്റിയിൽ ഇത്രയും വിദഗ്ധനായ ഒരു ഡോക്ടറിനെ കണ്ടുപിടിച്ച് തന്ന ഞാൻ ലൈഫ് ടൈം സെറ്റിൽമെന്റ്. 20 കോടിയൊന്നുമല്ല, അത്രയും കിടിലനാണ്. ആരോട് ചോദിച്ചാലും അത്ര. നിങ്ങൾ ആ ഡോക്ടർക്ക് പൈസ കൊടുത്തിട്ട് സെറ്റ് കുട്ടി, ഞാൻ ഒരു കാര്യം പറയട്ടെ. സത്യം പറഞ്ഞാൽ ഞാൻ കുട്ടിക്ക് വേണ്ടിയാണ് ഈ ടെസ്റ്റ് ചെയ്യണത്. ഇത് ടെസ്റ്റ് ചെയ്ത് പ്രൂവ് ചെയ്ത്, അതായത് ഇവനാണ് അച്ഛനെന്ന് അറിഞ്ഞാൽ ഞാൻ അപ്പം തന്നെ കുട്ടിയുടെ കൂടെ അവനെ വിടും. നിങ്ങളെ ഞാൻ ദൈവത്തിനെ പോലെയാ ഞാൻ കാണുന്നത്. എനിക്ക് അത് കേട്ടാ മതി. വാസുവണ്ണൻ എനിക്ക് വിശ്വാസം, എന്റെ അണ്ണനെ പോലെ എനിക്ക് വിശ്വാസം. നിങ്ങൾ ആ അണ്ണന്ന് വിളിക്കുന്നത് മാറ്റി വിളിപ്പിക്കാൻ ആക്കരുത്. പക്ഷേ ഇല്ല മോനു, ഈ മാമനുണ്ട് കേട്ടാ, മാമൻ എല്ലാം പറഞ്ഞ് സെറ്റാക്കി തരാവേ. കൊച്ചിലെ ഇവന്റെ തീരെ ശരിയല്ല കേട്ടാ ഇവന്റെ.